അപ്പോൾ ഇന്ന് നമ്മൾ പബ്ലിക് എക്സാം പ്രെപ്പ് ഡേ 1 ആണ്. ഇന്ന് നമുക്ക് 27th ഫെബ്രുവരിയാണ്, അതായത് ഫ്രൈഡേ ആണ്. അപ്പോൾ ഇന്ന് ഞാൻ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് ബോട്ടണിയാണ്. ബോട്ടണിയിൽ മെയിനായിട്ട് നോക്കുന്ന ഫോട്ടോസിന്തസിസ്, റെസ്പിറേഷൻ, സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫാണ്. മറ്റേ ഗ്രോത്തിൻ്റെ ചാപ്റ്റർ എനിക്ക് ഓൾമോസ്റ്റ് അറിയാം, വലിയ സീനില്ല. നമ്മൾ പിന്നെ 10th പഠിച്ചിരുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ആണല്ലോ അതിലുള്ള. അപ്പോൾ എനിക്ക് അത്ര വലിയ സീനില്ല. അപ്പോൾ ഈ 3 ചാപ്റ്ററാണ് പഠിക്കുന്നത്. പിന്നെ ബാക്കിയുള്ള ഇനി ബാക്കി ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ബോട്ടണി ഇന്നലെ നമുക്ക് മോഡലിന് വേണ്ടി പഠിച്ച ചാപ്റ്റേഴ്സ്, അതായത് ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് ഞാൻ റിവൈസ് ചെയ്യും. ഇന്ന് ഞാൻ ബോട്ടണിക്ക് വെക്കുകയാണ്. നാളെ നമുക്ക് സുവോളജീൻ്റെ വീഡിയോ ആണ് കേട്ടോ. സുവോളജിയാണ് നാളെ നോക്കണേ. അപ്പോൾ എന്നാൽ പിന്നെ ഫോട്ടോസിന്തസിസ് വെച്ച് തുടങ്ങിയാലോ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്കൊരു ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കാം. ഞാൻ ഇവിടെ ഒരു ടു ഡു ലിസ്റ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്, ഇന്ന് എന്തൊക്കെയാണ് പഠിക്കാനുള്ളതെന്ന് വെച്ചിട്ട്. ക്ലാസ് കേട്ട് കഴിഞ്ഞിട്ട് ഞാൻ NCERT കൂടെ ഒന്ന് ഗോ ത്രൂ ചെയ്യുന്നുണ്ട്. ഞാൻ ക്ലാസ് കേൾക്കുന്നതിൻ്റെ കൂടെ തന്നെ നോട്ട്സും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടേനു. അത്ര വൃത്തിയുള്ളൊന്നല്ല, പക്ഷെ എനിക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ ഞാനൊന്ന് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ സമയം 1:07 ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടൈം കൊണ്ട് ഫോട്ടോസിന്തസിസിൻ്റെ ക്ലാസ് കേട്ട് പിന്നെ നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് അതിൻ്റെ കൂടെ ടെക്സ്റ്റ് വായിച്ച് ടെക്സ്റ്റിലെ പോയിൻറ്റ്സൊക്കെ മാർക്കും ചെയ്തിട്ടുണ്ട്. അപ്പോൾ 1:07 ആയി ടൈം. ഇനി നിസ്കരിക്കാനുണ്ട്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. ഒരു കുഞ്ഞു ബ്രേക്കൊക്കെ എടുത്തതിന് ശേഷമാണ് ഞാൻ ഈ നോട്ട്സും ടെക്സ്റ്റും വെച്ചിട്ട് ഈ ചാപ്റ്റർ പഠിക്കാൻ പോകണേ. അപ്പോൾ ഇനി ഞാൻ കുഞ്ഞു ബ്രേക്ക് എടുക്കാൻ പോവാണ്. ഇപ്പോൾ 1:08 ആയി. ഇപ്പോൾ കറക്റ്റ് 1:08 ഇനി ബ്രേക്ക് കഴിഞ്ഞ് ഞാനൊരു അരമണിക്കൂർ ബ്രേക്ക് എടുക്കാൻ വിചാരിക്കുക. കാരണം കുറച്ച് കിച്ചണിലും പണിയുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇനി വീണ്ടും പഠിക്കാതിരിക്കുക. ഇപ്പോൾ ബ്രേക്ക് കഴിഞ്ഞ് വന്നിരുന്നിട്ടുണ്ട്. ഇപ്പോൾ സമയം എന്ന് പറയുന്നത് 1:45 അപ്പോൾ ഇനിയിപ്പം ഈ ചാപ്റ്റർ കാണാപ്പാടെ പഠിക്കണം. അരമണിക്കൂറിനേക്കാളും കുറച്ചും കൂടി ഒന്ന് ലേറ്റ് ആയിക്കണ്. പക്ഷെ ഇനിയിപ്പോൾ ഈ ചാപ്റ്റർ പഠിച്ച് കഴിഞ്ഞിട്ട് വേണം റെസ്പിറേഷനിലേക്ക് കടക്കാൻ. അപ്പോൾ ഈ ചാപ്റ്റർ വേഗം തീർക്കാം. രണ്ട് 49 ആയപ്പോഴത്തേന് നമ്മുടെ ഫസ്റ്റത്തെ ടാസ്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നോമ്പുവർക്കുള്ള കുറച്ച് സ്നാക്സിൻ്റെ കുറച്ച് പരിപാടിയുണ്ട്. അതിന് ശേഷം കുളിച്ചതിന് ശേഷമേ ഇനി പഠിക്കാതിരിക്കുകയുള്ളൂ. നമ്മൾ കട്ട്ലേറ്റ് ഈ ഒരു മോൾഡിലാണ് കേട്ടോ ഇവിടെ ഉണ്ടാക്കൽ. ഇതിലുണ്ടാക്കാൻ നല്ല സുഖമാണ്. 12 എണ്ണമുള്ള ഒരു സെറ്റാണ്. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കി കഴിയും. അതിന് ശേഷം ഇതുപോലെ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ടേനു. അപ്പോൾ ഇന്നത്തെ പണിയൊക്കെ കഴിഞ്ഞ് കുളിച്ച് നിസ്കരിച്ച് ഇപ്പോൾ വീണ്ടും പഠിക്കാതിരിക്കാൻ പോണ റെസ്പിറേഷൻ്റെ ചാപ്റ്ററാണ്. പഠിക്കാതിരിക്കുന്ന ടൈം എന്ന് പറയുന്നത് 4:30 മണിയാണ്. അപ്പോൾ ഇനി നമുക്ക് റെസ്പിറേഷൻ പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് റെസ്പിറേഷൻ പഠിക്കാം. ഇനി നമുക്കിത് പോസ് ചെയ്ത് വെച്ചിട്ട് നോമ്പുറക്കുള്ള ബാക്കി സാധനങ്ങൾ സെറ്റ് ചെയ്യാൻ പോവുക. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്ന് നമുക്ക് നോമ്പ് തുറക്കാനുണ്ടേനത്. ചിക്കൻ പക്കോടിയും കട്ട്ലേറ്റും. അപ്പോൾ ഇപ്പോൾ നോമ്പൊക്കെ തുറന്ന് നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ടൈം എന്ന് പറയുന്നത് 7:10 അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ കണ്ടു തീർക്കാനുള്ള ബാക്കി ഈ ചാപ്റ്ററിലെ ലൈവ് കണ്ടു തീർക്കാനുണ്ട്. അതിന് ശേഷം വേണം എന്ത് ചെയ്യാൻ, ഈ ചാപ്റ്റർ പഠിക്കാനുണ്ട്, ടെക്സ്റ്റ് നോക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് വേണം ഞാൻ അടുത്ത ചാപ്റ്ററിലേക്ക് ചാടാൻ. അപ്പോൾ നമുക്ക് വേഗം ടൈം വേസ്റ്റ് ചെയ്യാണ്ട് ഈ ചാപ്റ്ററിൻ്റെ ബാക്കി ലൈവ് കണ്ടു തീർക്കാം. അപ്പോൾ ക്ലാസ് കേൾക്കുന്നതിൻ്റെ കൂടെ തന്നെ ഈ ചാപ്റ്ററിൻ്റെ നോട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടേനും. ഇനി ഇതൊന്ന് പഠിക്കണം. അതിന് ശേഷം എന്താക്കാം, നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് കിടക്കാം. അപ്പോൾ ഇപ്പോൾ സമയം എന്ന് പറയുന്നത് 6:29 ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ റെസ്പിറേഷൻ്റെ ചാപ്റ്ററും പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇന്നത്തെ ലാസ്റ്റത്തെ ഗോൾ എന്ന് പറയുന്നത് സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്തത് ഒരു കുഞ്ഞു ബ്രേക്ക് എടുത്തതിന് ശേഷം നമുക്ക് പഠിക്കുക. ഒരു 8:45 ആകുമ്പോൾ തുടങ്ങാം കേട്ടോ. അപ്പോൾ ഇതാ സമയം
8:49 ഇനി നമുക്ക് സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ് പഠിക്കാം. ഞാൻ സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ് പഠിക്കുന്നത് HSS ലൈവിലെ പ്രിൻറ്റഡ് നോട്ട്സും പിന്നെ ടെക്സ്റ്റും ഫോക്കസ് ചെയ്തിട്ടാണ്. ഞാൻ അതിൻ്റെ ലൈവ് കാണില്ല. ഞാൻ മറ്റേ രണ്ടിനും ലൈവ് കാണാൻ കാരണം ഞാൻ ആ ചാപ്റ്ററിൻ്റെ ക്ലാസ്സിലൊക്കെ ലീവ് ചെയ്യും. അപ്പോൾ കുറച്ച് നല്ല ലീവ്, നല്ല പനിയൊക്കെ ആയിട്ട് കുറച്ച് നല്ല ലീവ് ഒടിങ്ങനെ പോയ സമയത്താണ് രണ്ടും എടുത്തത്. അപ്പോൾ എനിക്ക് ആ ചാപ്റ്റർ ഒന്നും അറിയില്ല, ഒറ്റ ക്ലാസ്സും കിട്ടിയിട്ടില്ല. അതാണ് ഞാൻ മെയിനായിട്ട് ക്ലാസ് കേട്ട് നോക്കി. പക്ഷേ ഈ ചാപ്റ്റർ എനിക്ക് കുറേയൊക്കെ അറിയാം. അപ്പോൾ ഞാൻ എന്താക്കാന്ന് വെച്ചാൽ ഇതിൻ്റെ കൈമുള്ള നോട്ട്സും NCERT യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഈ ചാപ്റ്റർ പഠിക്കാൻ പോകണേ. അപ്പോൾ എന്താ പഠിക്കാം. അപ്പോൾ ഇപ്പോൾ സമയം എന്ന് പറയുന്നത് 10:06. ഞാനിവിടെ സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫും കൂടി പഠിച്ച് തീർത്തിട്ടുണ്ട്. അതായത് ഇന്നത്തെ ഫുൾ ഗോള് നമ്മൾ ഒരുമിച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇനി ഞാൻ ഈ പഠിച്ച സാധനം ഒന്നും കൂടി റിവൈസ് ചെയ്യും. പിന്നെ സമയം ഉണ്ട് എന്നാണെങ്കിൽ ഇപ്പോൾ തന്നെ 10:06. ഇനി സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എന്താക്കുമെന്ന് വെച്ചാൽ ഇന്നലെ പഠിച്ച ബാക്കിയുള്ള ബോട്ടണിയിലെ ചാപ്റ്റേഴ്സും കൂടി റിവൈസ് ചെയ്യും. അത്താഴത്തിന് എണീക്കേണ്ടതാണ്. ഞാൻ ഒരു 12 മണിയാകുമ്പോഴത്തേനെങ്കിൽ കിടന്നില്ലെങ്കിൽ അത്താഴത്തിന് എണീക്കാൻ ചാൻസ് കുറവാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഒരു 12 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് കിടക്കും. അതിന് മുമ്പ് ഞാൻ ഒന്നും കൂടി ഈ ഫുൾ ചാപ്റ്റേഴ്സ് റിവൈസ് ചെയ്യും. പിന്നെ റെസ്പിറേഷനും ഫോട്ടോസിന്തസിസും റിവൈസ് ചെയ്തതിന് ശേഷം ബാക്കി ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ ബാക്കി ചാപ്റ്റേഴ്സ് നോക്കുകയുള്ളൂ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം, അതായത് നാളെ കാണാം. അതുവരെ ബൈ.